ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു നട്ട പാതിരായ്ക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാലം, അതായത് ഇനി വരുന്ന മഴക്കാലത്ത് എല്ലാ വീടുകളിലും കാണാൻ പോകുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് തുണികൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളി ശനി ഞായറൊക്കെ ഞാൻ വീട്ടിലുണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നു. അപ്പം ഒരു സ്വിച്ച് ബോർഡ് വെച്ചിട്ടാണ് വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ടി വിയിലും കുത്തുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അവൻ എണീറ്റിരിക്കുന്ന സമയത്ത് തുണി കഴിച്ച് നടക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇന്നും നോക്കിയപ്പോൾ ഇന്ന് അവനെ അങ്കൻവാടി പോയിട്ട് വൈകിട്ട് വന്നിട്ട് ഞാൻ തുണിയൊക്കെ കഴുകാൻ ഓർത്തിരുന്നു. പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളവും ഇല്ല, കറണ്ടും ഇല്ല, ഭയങ്കര മഴയും. അപ്പോൾ പിന്നെ തുണി കഴുകാതെ അങ്ങനെ കൂടിക്കിടന്നു. ഒരുപാട് തുണികളുണ്ടായിരുന്നു കേട്ടോ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പോൾ എനിക്കത് ഇന്ന് കറണ്ടുള്ളപ്പം ഇന്ന് കഴുകിയേക്കാൻ ഓർത്തിട്ട് കഴുകാൻ വേണ്ടി ഇരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനിയാണ് മക്കളെ സീന്. ഹാപ്പി സമയം എത്രേ? 1:15. ചേട്ടായി ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. സ്റ്റോറീസ് എല്ലാം കണ്ട് അവിടെ അങ്ങനെ ഫോണിലും നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു. ആദ്യം നല്ല ഉറക്കമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സൗണ്ടൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. എന്നാലും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങ് പെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നാളത്തേക്ക് കഴുകിയാൽ മതി. പക്ഷെ നാളെ കറണ്ട് ഉണ്ടാവുമോ, വെള്ളം ഉണ്ടാവുമോ, മഴ എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പകൽ എനിക്ക് ഇതുപോലെ പെരയ്ക്കകത്ത് തുണി വിരിച്ചിടാനും നടപടിയില്ല. കാരണം ഓരോ അറ്റത്ത് പിടിച്ച് ആദ്യം വലിക്കും. അപ്പം നാളെ അവനവധിയല്ലേ. അപ്പോൾ പകൽ അവന് തുണിയിലെല്ലാം പിടിച്ച് വലിച്ച് ഇരിക്കും. അപ്പോൾ എപ്പോഴും ഫാൻ ഇട്ടുകൊണ്ട് നമുക്ക് ഉണക്കാനും പറ്റില്ല. ഇപ്പോൾ രാത്രിയാകുമ്പോൾ ഫാൻ ഇട്ട് ഉണക്കാമല്ലോ. അങ്ങനെ ഓർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ തുണി കഴുകാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1:15 കഴിഞ്ഞു. ഇനി എപ്പോൾ കിടന്നുറങ്ങുന്നൊന്നും എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇത് കണ്ടോ, മഴ പെയ്യുന്നതുണ്ടോ. എന്താണേലും ഉറക്കം ഇന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ന മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അത് കഴിഞ്ഞിട്ട് ഏറെക്കുറെ തുണിയെല്ലാം കഴിഞ്ഞു. ഞാനിത് റൂമിൽ വിരിച്ചിട്ട് മെഷീനിൽ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പിഴിഞ്ഞെടുക്കുമല്ലോ. പിന്നെ റൂമിലിട്ടിട്ട് ഞാൻ പിന്നെ നല്ല നീട്ടി നിവർത്തി വിരിച്ചിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് ഞാനിങ്ങനെ മടക്കിയാണ് കേട്ടോ ഇടുന്നത്. കാരണം രാവിലെ വരെ ഫാനിൻ്റെ ചുവട്ടിൽ കിടക്കുമ്പോഴത്തേക്കും അങ്ങനെ മടക്കിയിട്ടാലും ഉണങ്ങിക്കോളും. അത്യാവശ്യം ഉണങ്ങിയതാണ്, എന്നാലും മടക്കി ഇട്ടാലും ഉണങ്ങിക്കോളും. അപ്പോൾ ബാക്കിയുള്ള തുണി ഒരുപാട് ബെഡ്ഷീറ്റ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പാമ്പർ ഇടുകയില്ലാത്തതുകൊണ്ട് ആദ്യം ഇങ്ങനെ മുള്ളുമ്പോഴത്തേക്കും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റ്സ്, പുതപ്പ്, കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എനിക്കതായിരുന്നു ഏറ്റവും ടെൻഷൻ. പിന്നെ കുഞ്ഞിൻ്റെ കുറേ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തുണികൾ രാവിലത്തേക്ക് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഉണങ്ങും. അപ്പോൾ നാളെ എങ്ങാനും ഒരു അരമണിക്കൂർ വെയിൽ കിട്ടിയാൽ പോലും നാളെ വെയിലത്തെ ഷീറ്റിലൊക്കെ ഇട്ട് ഉണക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തുണി ഉറക്കമോ മടിയോ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പണി അങ്ങ് ചെയ്തു. വേറെ നിവൃത്തിയില്ലല്ലോ. പിന്നെ റൂമിലോട്ട് ഞാൻ ഒരു 2 വള്ളി കെട്ടിയിട്ടോ. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ കെട്ടിയിടാറില്ല. ഞാൻ രാവിലെ എണീക്കുമ്പോഴത്തേക്കും തന്നെ ആ സംഭവം അയച്ചു കളയും. കാരണം നമ്മൾ പെരയ്ക്കകത്ത് ഇങ്ങനെ കെട്ടുന്നത് മോശമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താ കാര്യമൊന്നും അറിയത്തില്ല, പക്ഷെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കുഞ്ഞു തുണികൾ ഇടുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയല്ലേ ഇപ്പം കുഞ്ഞും ചേട്ടനൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് തണുപ്പടിക്കണ്ടെന്ന് ഓർത്തിട്ടാണ് കുഞ്ഞു തുണി ഇടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പിഴിഞ്ഞ് ഉണങ്ങിയതും കൂടി ആകുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല. ഞാൻ വലിയ തുണികൾ അങ്ങനെ പരമാവധി ഇടുകയില്ല. ഇത്രയും തുണികൾ കൂടി അങ്ങനെ വരാറില്ല കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും മെഷീനിൽ കഴുകുന്നതുകൊണ്ട് എപ്പോഴും അങ്ങനെ തുണി കൂടി വരാറില്ല. എന്നാൽ ഇത് പറ്റിപ്പോയി. ഇത്രയും തുണികളിങ്ങനെ കൂട്ടിയിടുന്നതേ അല്ല, ഇത് പറ്റിപ്പോയി. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ, എല്ലാം അങ്ങ് റെഡിയാക്കണം. ചിലപ്പോൾ നാളെ കറണ്ട് ഇല്ലല്ലോ, ഇല്ലെങ്കിൽ ഇടിയും മഴയൊക്കെ ആണെങ്കിൽ ഒന്നും നടക്കില്ല. കഴുകിച്ചയും നടക്കില്ല, പിഴിച്ചിലും നടക്കില്ല, ഉണക്കി ചെയ്യും നടക്കില്ല. ഇതാകുമ്പോൾ രാവിലത്തേക്കെല്ലാം നല്ല രീതിക്ക് ഉണങ്ങിക്കോളും. ഇത് റൂമിലും ഫാൻ ഇട്ടിട്ടുണ്ട്, അടുക്കളയിലും ഫാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷൻ കാരണമാണ്. ഇങ്ങനെ തുണി ഉണക്കാൻ വേണ്ടി മാത്രമാണ് അടുക്കളയിലും ഫാൻ ഇട്ടേക്കുന്നത്. അടുക്കളയിലാണ് ബെഡ്ഷീറ്റ്സും ചേട്ടായുടെ കയ്യിൽ അതുപോലെ ഷർട്ട് എല്ലാം ഇട്ടേക്കുന്നത്.
പിന്നെ റൂമിലെ കുഞ്ഞു ഉടുപ്പുകളും എൻ്റെ 2-3 ഡ്രസ്സും. ആദ്യം ചേട്ടായി നല്ല ഉറക്കമാണ് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു സമയം ഒരു 3:30 ആയിട്ടുണ്ട്. ഇത് കണ്ടോ, അലമാരിയുടെ അവിടെ പോലും ഇട്ടിട്ടുണ്ട്. അവസ്ഥയാണ് ഗൈസ്, അവസ്ഥ. വീട്ടമ്മയുടെ അവസ്ഥ ആരും മനസ്സിലാക്കാൻ, ആർക്ക് മനസ്സിലാവും? ആർക്കും മനസ്സിലാവില്ല. രാവിലെ നോക്കുമ്പോഴത്തേക്ക് തുണി ഇടാൻ കാണണം, അതാണ് അത്യാവശ്യം. ദേ 3:35. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റട്ടെ. സീ യു. ഞാൻ ഇനി കിടന്ന് ഉറങ്ങട്ടെ. വയ്യ, ഇനിയിപ്പോൾ ഉറക്കം നടക്കുമെന്നൊന്നും അറിയത്തില്ല. എങ്ങനെയാണേലും പോയി കിടന്ന് നോക്കട്ടെ. ഇത് കണ്ടോ അടുക്കള. ഇനി എവിടെയെങ്കിലും അയ കിട്ടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ബൈ.